രാവിലെ ഇപ്പോൾ താഴത്തുള്ള ഫാമിൽ വന്ന് നോക്കുന്ന സമയത്ത് പെരിച്ചാഴി അത്യാവശ്യം നല്ലൊരു പണി തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതെന്താ പറയുക, ഒരു തലവേദന തന്നെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡ് ക്യാപ് സാൻഡേര ഉണ്ടല്ലോ, പാരൻസിന് മെയ്ഡ്സ് മാത്രമായിട്ടോ, ഫീമെയിൽസ് ഡെഡായി പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ബേബീസ് ഞങ്ങൾക്ക് എടുക്കേണ്ടത് നല്ലോണം എന്താ പറയുക, നല്ല രസമുള്ളൊരു ഐറ്റം സ്ട്രെയിൻ തന്നെയാണ്. നമ്മൾ വന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും അത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. കണ്ടില്ലേ, കിട്ടണ ഐറ്റംസ് അല്ലെങ്കിൽ കിട്ടണ സ്ട്രെയിൻസ് അത്യാവശ്യം നല്ലോണം തന്നെ രസം ക്വാളിറ്റി ഒക്കെ കിട്ടാറുള്ളത് തന്നെയാണ് കേട്ടോ. കുറച്ച് സ്റ്റെബിലിറ്റി കുറവ് തന്നെയാണ്, അതറിയാലോ. പിന്നെ നമ്മുടെ ബേബീസ് കുറച്ച് എടുക്കുന്നുണ്ടോ, പിന്നെ എന്തായാലും സെറ്റാക്കി ഫീമെയിൽസ് വീണ്ടും സെറ്റാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ പാണ്ഡുര ബ്ലൂ മൊസൈക്കിൻ്റെ ബേബീസൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്ത് താഴ്ത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ സീത്രൂ ഗോയിൻ്റെ ബേബീസ്, ഈ സീത്രൂ ഗോയി എപ്പോഴും അത്യാവശ്യം നല്ലൊരു ചാകര തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ ബേബീസ് കിട്ടാറുണ്ട്. അത് എപ്പോൾ കാണുമ്പോൾ ഹാപ്പിനെസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും അത്യാവശ്യം പിടിച്ച് മാറ്റാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ തായ്വാൻ ബ്ലൂവിൻ്റെ കുറച്ച് പേഴ്സൊക്കെ സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുള്ളതാണ്, എന്താ പറയുക, നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് ഇടുമ്പോൾ നല്ല രസമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ബ്ലൂ ഡ്രാഗിൻ്റെയും അത്യാവശ്യം നല്ലോണം തന്നെ കൗണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും കുറച്ച് പാരൻസ് ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ മെറ്റൽ റെഡിൻ്റെ നമ്മുടെ റോസ്റ്റേലാണ്. അപ്പോൾ അതിൻ്റെ ബേബീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ നമുക്കിന്ന് മാറ്റിയിടാനുണ്ട് കേട്ടോ. നമ്മൾ ബെറ്റാസിൻ്റെ കാര്യം ചോദിക്കില്ല. അപ്പോൾ തണുപ്പായതുകൊണ്ട് നമ്മളിപ്പോൾ ബ്രീഡിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പീസ് മാത്രമൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ആവുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത എവിടെയാണോ